ഇനി മുതൽ ബ്രേക്ക്ഫാസ്റ്റിന് എന്തുണ്ടാക്കുമെന്ന് വിഷമിച്ചിരിക്കേണ്ട. പച്ചരി കൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ അത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് 4 കപ്പ് പച്ചരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പച്ചരി നന്നായി കഴുകിയതിന് ശേഷം 4 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്തെടുത്തതാണ്. ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങ ചിരവിയതാണ്. 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ചോറാണ്. 1 കപ്പ് അരിക്ക് 1/4 കപ്പ് ചോറ് എന്ന കണക്കിലാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് 4 കപ്പ് അരിക്ക് 1 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചോറ് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുന്നില്ല. 4 കപ്പ് അരി ഉള്ളത് കൊണ്ട് 2 ബാച്ചായിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. അളവ് കപ്പ് ഇല്ലാത്തവർ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു ഗ്ലാസ്സിൽ അളന്നെടുത്താലും മതി. അതേപോലെ ഒരു 6-7 ചെറിയ ഉള്ളിയും കൂടെ 1 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കണം. വെള്ളത്തിൻ്റെ അളവ് ഒരിക്കലും കൂടി പോകരുത്. ലൂസായി കഴിഞ്ഞാൽ ഇത് ശരിയായിട്ട് വരില്ല. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുത്താൽ മതി. നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്റർ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ഇപ്പോൾ ഒരു ബാച്ച് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള അരിയും ചോറും അല്പം വെള്ളവും ചേർത്ത് അരച്ചെടുക്കാം. അതുപോലെ അരച്ചെടുക്കുമ്പോൾ മിക്സിയുടെ ജാറ് ഒരുപാട് ചൂടാവരുത്. അതിനായിട്ട് തണുത്ത വെള്ളം ചേർത്ത് അരച്ചെടുത്താലും മതി. ഇപ്പോൾ നമ്മൾ നല്ലപോലെ എല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ പച്ചമുളക് ചെറുതായി അരിഞ്ഞതും അതേപോലെ കറിവേപ്പില ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് വേണമെങ്കിൽ ഉള്ളിയെല്ലാം ചേർത്ത് കൊടുക്കുക. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ സമയം ഇതിൻ്റെ ഉപ്പ് പാകമാണോ എന്ന് നോക്കണം. വേണമെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ടതാണ്. അതേപോലെ തന്നെ ഇനി ഇത് കുറച്ച് സമയം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കുറഞ്ഞതൊരു 4 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഏകദേശം 4 മണിക്കൂറിൻ്റെ മേലെ ആയിട്ടുണ്ട്. നമ്മുടെ മാവൊക്കെ നല്ലതുപോലെ പൊന്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അതിനായിട്ട് ഒരു ഓട്ടട ചട്ടി ചൂടാക്കിയെടുക്കാം. ഗ്യാസ് അടുപ്പ് തന്നെ വേണമെന്നില്ല, വിറകടുപ്പിലും ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ചട്ടി ചൂടായ ശേഷം നമുക്ക് അല്പം എണ്ണ തടവി കൊടുക്കാം. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച ശേഷം നമുക്ക് ഒരു തവി മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊരു 10 സെക്കൻഡ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. 10 സെക്കൻഡ് കഴിഞ്ഞാൽ ഒന്ന് മൂടി തുറന്നതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് അല്പം ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ക്യാബേജോ ഉള്ളിയോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. തീ കൂടിക്കഴിഞ്ഞാൽ ഉള്ളു വേവാതെ അടി കരിഞ്ഞു പോകും. അതുകൊണ്ട് ചട്ടി നല്ല ചൂടായ ശേഷം നമ്മൾ മാവ് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി. ഏകദേശം ഒരു 5 മുതൽ 8 മിനിറ്റ് വരെ നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കണം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. നല്ലതുപോലെ വെന്തിട്ട് നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് എടുത്ത് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളത് കൂടി നമുക്ക് ചുട്ടെടുക്കാം. നമ്മുടെ ഓട്ടടയെല്ലാം നമ്മൾ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. അതേപോലെ തന്നെ കഴിക്കാനും നല്ല ഭംഗിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഉള്ളെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കുക. അതേപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ.